പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ഫയറി ഫർണസിൽ, നിന്റെ തൂച്ചൂളയിൽ അവൻ നാലാമനല്ല, അവൻ ഒന്നാമനത്രേ. ഒരുത്തനോട് കൂടെ യേശു ഉണ്ടോന്ന് അറിയുന്നത് ഷാർജ വർഷിപ്പ് സെന്റർ തുറക്കുമ്പോഴല്ല, ഏതവന്റെ കൺവെൻഷൻ വിളിക്കുമ്പോഴല്ല, ജീവിതത്തിന്റെ യോർദാൻ പൊങ്ങുമ്പോൾ അറിയും. നിന്റെ തോളിൽ പെട്ടകൊണ്ടോ ഇല്ലെങ്കിൽ നീ പെട്ടിയിലാകുവോ? കാരണം നിന്നെ വിളിച്ചത് മനുഷ്യനല്ല, മുതലാളിയല്ല, നിന്നെ വിളിച്ചത് സർവശക്തനായ ദൈവമാ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നേരത്തെ 11 ഗോത്രം കാളക്കുട്ടിയുടെ മുൻപിൽ ചലിച്ചു. ഇപ്പോൾ ദൈവത്തിന്റെ നാമം കേട്ടപ്പോ യവൻ മാത്രം ചലിക്കുന്നു. അവൻ പറഞ്ഞു, ഹേ മോശെ, I will stand for my Lord. I will stand for my Lord. എനിക്ക് കുറച്ച് നിരാശ ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അപ്പൻ ഇന്നലകളിൽ ശപിച്ചിട്ടുണ്ട്. എന്റെ സഹോദരി വഴി ചില തട്ടുപാടുകളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ കുടുംബം അത്ര നല്ലതല്ല, എന്റെ സ്റ്റോറി അത്ര നല്ലതല്ല. പക്ഷെ ഈ മുള്ളിന്റെ നടുവിലും ദൈവത്തെ സ്തുതിക്കില്ലാത്തവൻ വീട്ടിൽ പോ. ഹല്ലേലൂയ. ഈ മുള്ളിന്റെ നടുവിലും I will stand for the Lord. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ പരിഹാസത്തിന്റെ നടുവിലും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ ഒറ്റപ്പെടലിന്റെ നടുവിലും ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഞാൻ നിൽക്കുന്നത് പണത്തിനല്ല, ഞാൻ നിൽക്കുന്നത് അവസരത്തിനല്ല, ഞാൻ നിൽക്കുന്നത് പ്ലാറ്റ്ഫോമിനല്ല, ഞാൻ നിൽക്കുന്നത് മത്സരത്തിനല്ല, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി എഴുന്നേറ്റ് നിന്ന്